അപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി നല്ല പച്ചയ്ക്ക് പറഞ്ഞു, ഈ സിനിമയൊക്കെ അഭിനയിച്ചുകൊണ്ട് നടക്കുന്നതല്ല, കൊല്ലത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യും. സിനിമ നടനായതുകൊണ്ടാണ്. അടുത്ത സമയത്ത് ഞാൻ ട്രെയിനിൽ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് എന്നെ കണ്ടിട്ട് ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു എന്താണ്? അപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി നല്ല പച്ചയ്ക്ക് പറഞ്ഞു, ഈ സിനിമയൊക്കെ അഭിനയിച്ചുകൊണ്ട് നടക്കുന്നതല്ല, കൊല്ലത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യും. അപ്പം ഞാൻ അടിച്ചു വിരുത്തിയിരുത്തി. ഞാൻ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു, ഞാൻ അമാനുഷികനൊന്നുമല്ല, എന്നാലും ഏത് ഭാഗത്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കുറച്ച് നാളുണ്ട്, അതിനകത്ത് വെച്ച് ഞാൻ എങ്ങനെയെങ്കിലും അത് സാധിച്ചെടുക്കാം. ഏത് സ്ഥലമാണ്, ഏത് പ്രശ്നമാണ് നിങ്ങൾ ഊന്നി പറയുന്നത്? പറഞ്ഞോളൂ. അല്ല, അത് ഞാൻ കൊല്ലത്ത് പോയിട്ടില്ല. ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾ എവിടെയാണ്? ഞാൻ മലബാറിലാണ്. ഞാൻ പറഞ്ഞു കൊല്ലത്ത് വരാതെയാണോ നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി കൊല്ലത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞത്? അത് പിന്നെ കുറേ പേരൊക്കെ എഴുതുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുതിയോ? ഞാനും ഇടയ്ക്കിടയ്ക്ക് എഴുതും, കൊല്ലത്ത് എന്തെങ്കിലും ചെയ്തിട്ട് പോടേ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. അപ്പോൾ ഇതാണ് ഈ സോഷ്യൽ മീഡിയയുടെ സത്യസന്ധമായ ഒരു കാര്യം. ഒന്നും അറിയുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്തായാലും നിങ്ങൾ എഴുതുന്നു, ഞാനൊരു സിനിമാ നടനല്ലേ? അതെ, സിനിമാ നടനായതുകൊണ്ടാണ് ഒരുപാട് പേര് കാണുന്നതും വായിക്കുന്നതും ഒക്കെ, കമൻ്റ് എഴുതുന്നതും ഒക്കെ. ഞാൻ പറഞ്ഞു വല്ലപ്പോഴും കൂടിയൊക്കെ നല്ലതും കൂടെ പറയണ്ടേ? ലൈക്കില്ല. നല്ലത് എഴുതി നോക്കി ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല. ചീത്ത എഴുതി കഴിഞ്ഞാൽ അപ്പം തള്ളി കയറുകയാണ്. അപ്പൊ പിന്നെ ചീത്ത എഴുതുന്നല്ലേ നല്ലത്. ഇത് സത്യസന്ധമായ കാര്യമാണ്. കൊല്ലത്തിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്ത, കൊല്ലത്ത് ഒരിക്കൽ പോലും വരാത്ത ആൾക്കാരാണ് ഒരു കാര്യവുമില്ലാതെ കൊല്ലത്തെ പറ്റിയും കൊല്ലത്തിന്റെ MLA പറ്റിയൊക്കെ എഴുതുന്നെന്നുള്ള ഒരു തിരിച്ചറിവും അത് മനസ്സിലാക്കിയപ്പോൾ അതും ഒരു മധുര സ്മരണയുമായിട്ട് ശിലാഫലകത്തിൽ എഴുതി മനസ്സിൽ വെക്കാൻ സാധിച്ചു. ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബാലഗോപാൽ, ഗണേശൻ എന്ന ഞങ്ങളുടെ KB ഗണേഷ് കുമാർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി കൊല്ലംകാരൻ എന്ന നിലയിൽ, MLA എന്ന നിലയിൽ പിന്നേതാണ്, കൊല്ലംകാരൻ എന്ന നിലയിൽ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു.